അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ട് അമൃത്സറിൽ ഇറങ്ങിയ സൈനിക വിമാനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന തന്റെ പ്രചാരണ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ തനിക്ക് സാധിക്കുമെന്ന ട്രംപിന്റെ ഓർമ്മപ്പെടുത്തലാണ് അത്. ഭരണകൂടം തന്റെ വാക്കു പാലിക്കുന്നുണ്ടെന്ന് ട്രംപിന്റെ അനുയായികളെ കാണിക്കാനും അമേരിക്കയിലെ കുടിയേറ്റക്കാരിൽ ഭയം പടർത്താനും ഈ നീക്കം ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. നിലവിൽ ഏകദേശം 7 ലക്ഷം ഇന്ത്യൻ പൗരന്മാർ അമേരിക്കയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നുണ്ട്. എൽ സാൽവഡോർ, ഗ്വാട്ടിമാല തുടങ്ങിയ മധ്യ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണത്തിന് തുല്യമാണിത്. ഇതിൽ ഏകദേശം 18,000 പേർക്ക് രാജ്യം വിടണമെന്ന ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 3,000 പേരെ ഇതിനകം തടവിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം 20,000 ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം അവരെ നാടുകടത്താൻ ഏറ്റവും എളുപ്പമാണ്. നീക്കം ചെയ്യൽ ഉത്തരവുകൾ ലഭിച്ചവരെ വിമാനത്തിൽ കയറ്റുന്നതിന് മുൻപ് ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കേണ്ടതില്ല. 95% തടങ്കലിലും നീക്കം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ അവർക്ക് ഭയപ്പെടേണ്ടതില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. അറസ്റ്റിലാകാത്ത പക്ഷം ഒരാൾ നിയമപരമായി രാജ്യത്തുണ്ടോ എന്ന് ആരും പരിശോധിക്കുന്നില്ലെന്നും എല്ലാ സംസ്ഥാനങ്ങളിലും അറസ്റ്റ് നടക്കുന്നില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. രാജ്യത്ത് താമസിക്കുന്ന എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും നീക്കം ചെയ്യാൻ US സർക്കാരിന് കഴിയില്ല എന്നതാണ് സത്യം. അമേരിക്കയിൽ 10 ദശലക്ഷത്തിലധികം അനധികൃത കുടിയേറ്റക്കാർ താമസിക്കുന്നുണ്ട്. ട്രംപിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമിഗ്രേഷൻ പോലീസ് പ്രതിദിനം ഏകദേശം 2,000 പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവരിൽ ഭൂരിഭാഗവും നാടുകടത്തപ്പെടുന്നില്ല. അമേരിക്കയിലുള്ള എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും നാടുകടത്താൻ 10 വർഷത്തിലധികം എടുക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം അമേരിക്കയുടെ ലോജിസ്റ്റിക്സ് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. ബോർഡർ പെട്രോൾ, IEC പോലുള്ള പോലീസ് സേവനങ്ങളുടെ വർധനവും ഇതിന് ആവശ്യമാണ്. എന്നാൽ പുതിയ ഏജന്റുമാരെ റിക്രൂട്ട് ചെയ്യാൻ ഇതിനകം തന്നെ അമേരിക്ക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കൂടാതെ കുടിയേറ്റക്കാരെ പ്രോസസ് ചെയ്യുന്നതിനും താമസിപ്പിക്കുന്നതിനും വലിയ ക്യാമ്പുകൾ ആവശ്യമാണ്. നാടുകടത്തൽ ഉത്തരവിടുന്നതിന് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ജഡ്ജിമാർ, 1940കളിലെ ബെർലിൻ എയർലിഫ്റ്റിന്റെ തോതിൽ ഒരു സൈനിക വിമാന ഷെഡ്യൂൾ, ഇതെല്ലാം ആവശ്യമാണ്. സാമ്പത്തികവും ഉദ്യോഗസ്ഥരെയും അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ലഭ്യമായാൽ പോലും അമേരിക്കൻ ജനതയുടെ പൂർണ്ണ പിന്തുണ നേടാൻ ഭരണകൂടത്തിന് സാധിക്കില്ല. കൃഷി, ഹോസ്പിറ്റാലിറ്റി, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ അമേരിക്കയിലെ മിക്ക മേഖലകളും അനധികൃത കുടിയേറ്റക്കാരെ ആശ്രയിച്ചിരിക്കുന്നു. കാലിഫോർണിയയിൽ സാധാരണയായി വിളവെടുക്കുന്ന തൊഴിലാളികൾ ജോലിക്ക് ഹാജരാകാൻ ഭയപ്പെടുന്നതിനാൽ പച്ചക്കറികളുടെ വില ഇതിനകം തന്നെ ഉയരുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മിക്കവാറും എല്ലാ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്കും പൊതുവായുള്ള ഒരു കാര്യം അവർക്ക് ജോലിയുണ്ട് എന്നതാണ്. മാനുഷിക പരിഗണന മാറ്റി നിർത്തിയാൽ 10 ദശലക്ഷത്തിലധികം തൊഴിലാളികളെ നീക്കം ചെയ്യുന്നത് ട്രംപ് നിർദ്ദേശിച്ച താരിഫുകളേക്കാൾ വേഗത്തിൽ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. ട്രംപിന്റെ ബിസിനസ് ലോകത്തെ സഖ്യകക്ഷികൾക്ക് ഇത് നന്നായി അറിയാം. ഇത് ട്രംപിന് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് വ്യക്തമാണ്. കൂട്ട നാടുകടത്തലുകൾക്ക് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷകരമാകുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. കുടിയേറ്റക്കാരെ അവരുടെ ജന്മനാടുകളിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന വാണിജ്യ വിമാനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ സൈനിക ഗതാഗത വിമാനങ്ങളാണ് ഇപ്പോൾ ട്രംപ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കുടിയേറ്റക്കാർ വിമാനത്തിൽ കയറിക്കഴിഞ്ഞാൽ അവരെ ചങ്ങലകളിലും കൈവിലങ്ങുകളിലും ഇടേണ്ട ആവശ്യമില്ലെങ്കിലും ട്രംപ് അത്തരമൊരു നീക്കം നടത്തുകയും ചെയ്യുന്നുണ്ട്. H-1B വിസ പ്രോഗ്രാമിന് കീഴിൽ അമേരിക്കയിലേക്ക് വരുന്ന 70%-ലധികം തൊഴിലാളികളും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. തൊഴിലുടമകളെ പ്രത്യേക തൊഴിലാളികളെ നിയമിക്കാൻ ഈ പ്രോഗ്രാം അനുവദിക്കുന്നുണ്ട്. ജോലിയുടെ കാലാവധി കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നും തിരികെ വരണം. എന്നാൽ ചിലർക്ക് അവിടെ തുടർന്നുള്ള സാധ്യത ലഭിക്കാറുണ്ട്. പ്രതിവർഷം അമേരിക്ക ഏകദേശം 40,000 H-1B വിസകൾ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. എന്നാൽ US തൊഴിലുടമകൾക്ക് ആവശ്യമായ തൊഴിലാളികളെ ഇതിലൂടെ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ US കമ്പനികൾ ദശലക്ഷക്കണക്കിന് അനധികൃത തൊഴിലാളികളെ ആശ്രയിക്കുന്നുവെന്നും ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. മെക്സിക്കോ പോലുള്ള ഒരു രാജ്യത്ത് നിന്ന് നിയമപരമായി US വരാൻ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലാളി വർഷങ്ങളാണ് കാത്തിരിക്കേണ്ടി വരുന്നത്. ക്ലിന്റൺ ഭരണകൂടത്തിൽ നിന്നുള്ള അപേക്ഷകൾ പൂർണ്ണമായി പ്രോസസ് ചെയ്തത് കഴിഞ്ഞ വർഷമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ പ്രശ്നത്തിന് ഒരു യഥാർത്ഥ പരിഹാരവും അമേരിക്കയ്ക്ക് ആവശ്യമാണ്.